ആശുപത്രി പോയ കാര്യം. അവിടെ ഒന്നും പറയണ്ട സാറേ, അവിടെ ആകെ പ്രശ്നമാണ്. പനി പിടിച്ച ചെറിയ കൊച്ചു കുട്ടികളുടെ കൂടെ ആർക്കും വേണ്ടാത്ത കുറെ അപ്പാപ്പന്മാരെയും കൂടി ഒന്നിച്ചൊരൊറ്റ ഹോളിലിട്ടേക്കാണ്. കാലൊടിഞ്ഞവൻ എക്സ്റേ എടുക്കണമെങ്കിൽ 2ാം നിലയിൽ പോടാം. പ്രസവ വാർഡിന്റെ കാര്യം വേണമെങ്കിൽ പറയണ്ട. തന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതേ രോഗികളുടെ ക്ഷേമം അന്വേഷിക്കാനല്ല. അവിടെ ആർക്കാണ്ടൊക്കെ എർത്തടിച്ചെന്ന് പറയണ കേട്ടല്ലോ. ആരാണ്ടിനാ സാറേ? എർത്തടിച്ചത് എനിക്കിട്ടാണ്. തനിക്കാ? സാറ് പറഞ്ഞനുസരിച്ച് ആശുപത്രിയിലോട്ട് ഞാൻ കാലെടുത്ത് വെച്ചോളൂ. മനുഷ്യനെ കൊടഞ്ഞു കളഞ്ഞില്ലേ? അത് കൊള്ളാലോ. അപ്പൊ ജനറൽ വാർഡും അതിനോട് ചുറ്റുമുള്ള ഭിത്തികളിലെ ഫുൾ വയറിംഗ് മാറ്റണം. വയറിംഗ് സാറേ? വയറ് മാത്രമല്ല, ഓസും പൈപ്പും സ്വിച്ചും പ്ലഗും ഒക്കെ മാറ്റണം. കൂടി വന്നാൽ ചിലപ്പോ വേണമെങ്കിൽ എർത്തു അടിക്കേണ്ടി വരും പുതിയത്. എടോ പാരിജാത, താൻ എന്നെ ഇനം തിരിച്ച് കണക്ക് പഠിപ്പിക്കണ്ട. താൻ ഒരു കോൺട്രാക്ടർ ആയതുകൊണ്ടും മുമ്പ് പല പ്രാവശ്യം ഇവിടെ കൊട്ടേഷൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും പാസ്സാവാത്തതുകൊണ്ടും പിന്നെ താൻ വകയിൽ എൻ്റെ ഒരു അളിയൻ്റെ മകനായതുകൊണ്ടും ഈ പണി തനിക്ക് തരാമെന്ന് വെച്ചു. സാറേ എങ്ങനെ വന്നാലും ഒരു 1.5-2 ലക്ഷം രൂപ അടുത്ത് വരും സാറേ. സാറേ, ആ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കണം സർക്കാർ ആശുപത്രിക്കാണ് ഇയാൾ 2 ലക്ഷം രൂപ വർക്ക് ചെയ്യാൻ ചോദിക്കണം. താൻ സ്വന്തമായിട്ട് പ്രൈവറ്റ് ആശുപത്രി കിടക്കാൻ പോകും. ശരി, അപ്പോൾ ഇവിടുത്തെ വയറിംഗ് ഒക്കെ ഇയാൾ പോയി ചെയ്യും. സാറേ, വേറെ ആൾ വേണമെങ്കിൽ ഞാൻ തരാം. ഇത് പൊടിയിട്ട് കൊടുക്കേണ്ടി വരും. പുതിയ ആളാടോ, ശരിയാക്കാം. ഈ ഇലക്ട്രിക് സാധനങ്ങളുടെ വില സാറിന് അറിയാല്ല. പിന്നെ ഈ വായിലും മൂക്കിലും ഒക്കെ തുണി കെട്ടി വെച്ചിട്ടേ ഈ പന്നയും പാക്കറയൊക്കെ പിടിച്ചു കുറച്ചിടുമ്പേ എൻ്റെ മൂക്കിൽ പഞ്ഞി വെക്കേണ്ടി വരും. എടോ, അതിനൊരു കാര്യം ചെയ്യാം. പൊളിപ്പിക്കൽ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് നാളെ വിട്ട് ചെയ്യിക്കാം. താൻ ഇത് എത്ര രൂപയ്ക്ക് ചെയ്യും? എന്നാലും കുറച്ച് പുതിയ സാധനങ്ങളില്ലാതെ എങ്ങനെ ചെയ്യും സാർ? ഇതൊരു വർക്കല്ലേ? വേണം, പുതിയ സാധനങ്ങൾ വേണം. ഓ, അതെനിക്ക് ഇത്തിരി ആലോചിക്കേണ്ടി വരും സാറേ. അത് ഇതിനിപ്പോ ഇത്ര ആലോചിക്കാൻ എടോ പാരിജാത, PWയുടെ വകുപ്പ് അനുസരിച്ച് ഇത് ടെൻഡർ ചെയ്യേണ്ട പണിയാണ്. പിന്നെ ഇതൊരു ആശുപത്രി ആയതുകൊണ്ടും മന്ത്രി വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് തനിക്ക് തരാന്ന് വിചാരിച്ചേ. അർജന്റ് പണിയാ, ചെയ്യോ ഇല്ലയോ? പണി ഞാൻ കൃത്യമായിട്ട് തീർക്കും, സാറിന് അറിയില്ലേ? താൻ കുറച്ച് തുക കൂട്ടി പറഞ്ഞോ? അയ്യോ, കൂട്ടി പറയാൻ? അയ്യോ, കൂട്ടി പറഞ്ഞോ? എടോ, കുറച്ച് വയറിംഗ് സാധനങ്ങൾ ഞങ്ങൾ തനിക്ക് തരും. അതിന്റെ കാശ് താൻ ഞങ്ങൾക്ക് തരണം. പിന്നെ നിലവിലുള്ളത് പൊളിച്ച് ഞങ്ങൾ തരും. അങ്ങനെയാണ്. നിങ്ങൾ 3 കൂടി ആ വയറിംഗും കൂടി അങ്ങനെ ചെയ്താൽ പോരെ, എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. പറ്റില്ലെങ്കിൽ പറ, ഞാൻ വേറെ ആളിനെ തരാന്ന് പറഞ്ഞില്ല. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 1-1.25 രൂപക്ക് തീർക്കാം. മതി. പണി തീരുമ്പോ താൻ 2,99,999 രൂപയുടെ വൗച്ചർ ഇങ്ങോട്ട് ഒപ്പിട്ട് തരണം. അതെന്തിനാ സാറേ? എടോ, അതാ PWയുടെ രീതി. അതൊന്നും കോൺട്രാക്ട് അറിയണ്ട. താനേ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു പണി ആരംഭിച്ചു. സാറേ, ആ കോയയുടെ ഡേറ്റ് കൂടെ നോക്കണം. സാറേ, കോയയുടെയും മായയുടെയും ഡേറ്റ് ഒക്കെ നോക്കിയെന്നാലേ ആശുപത്രിയിൽ രോഗികൾ കരണ്ട് അടിച്ച് ചാകും. എടോ, ആശുപത്രി കിടന്ന് കരണ്ട് അടിക്കുന്നത് താൻ എന്തിനാണോ ടെൻഷൻ അടിക്കണേ? അവര് ആശുപത്രി കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? പിന്നെ ചെല്ല്. സാറേ, ഇതേ സെബാസ്റ്റ്യൻ കോൺട്രാക്ടറുടെ നമ്പറാണ്, ഒന്ന് കരുതി വെച്ചോ. ഇയാളെ ഞാൻ കൊല്ലും. സാറേ, ഒരു സംശയം. ഈ 2,999,000 രൂപ എന്ന് പറഞ്ഞാൽ അത് എന്താണ് അതിൻ്റെ ഒരു കണക്ക്? എടോ, 2,999,000 അല്ല, 2,99,999. അത് തന്നെ. അതായത് 3 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് അത് ടെൻഡർ ചെയ്യണമെന്നാ നിയമം, PWD നിയമം. അതനുസരിച്ച് ഈ പണി ടെൻഡർ ചെയ്താൽ ഇതിന്റെ ലാഭം ആർക്ക് പോകും? കോൺട്രാക്ടർ പോകും. നമ്മള് എർത്തടിക്കും. ലോലിത, കോയെ വിളിക്കാം, ഞാൻ സ്ക്രാപ്പ് ബുക്ക് എടുക്കാം.